ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഭാവി ആർക്ക്? കൊഡാക് കമ്പനിയെ ഓർക്കുന്നുണ്ടോ? 1997 കൊഡാക്കിന് ഏകദേശം 1,60,000 ജീവനക്കാർ ഉണ്ടായിരുന്നു. ലോകത്തെ 85% ഫോട്ടോഗ്രാഫിയും കൊഡാക് ക്യാമറകൾ ഉപയോഗിച്ചാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മൊബൈൽ ക്യാമറകൾ വർദ്ധിച്ചതോടെ കൊഡാക് ക്യാമറ കമ്പനി വിപണിക്ക് പുറത്താണ്. കൊഡാക് പൂർണ്ണമായും പാപ്പരായി. അദ്ദേഹത്തിന്റെ എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിട്ടു. അതേസമയം നിരവധി പ്രശസ്ത കമ്പനികൾക്ക് സ്വയം നിർത്തേണ്ടി വന്നു. HMT ക്ലോക്ക്, ബജാജ് സ്കൂട്ടർ, ഡൈനോര TV, മർഫി റേഡിയോ, നോക്കിയ മൊബൈൽ, രാജ്ദൂത് ബൈക്ക്, അംബാസഡർ കാർ. മുകളിൽ പറഞ്ഞ കമ്പനികൾക്കൊന്നും മോശം നിലവാരം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ ഇതുവരെ പുറത്തായത്? കാരണം അവർക്ക് കാലത്തിനനുസരിച്ച് സ്വയം മാറാൻ കഴിഞ്ഞില്ല. ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകം എത്രമാത്രം മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കാനിടയില്ല. ഇന്നത്തെ 70% മുതൽ 90% ജോലികൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും അവസാനിക്കും. 4ാം വ്യാവസായിക വിപ്ലവത്തിന്റെ യുഗത്തിലേക്ക് നാം പതുക്കെ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രശസ്തമായ കമ്പനികൾ പരിശോധിക്കുക. ഊബർ എന്നത് ഒരു സോഫ്റ്റ്വെയർ നാമം മാത്രമാണ്. ഇല്ല, അവർക്ക് സ്വന്തമായി കാറുകളില്ല. എന്നിട്ടും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി ഫെയർ കമ്പനി ഊബർ ആണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ കമ്പനിയാണ് Airbnb. എന്നാൽ രസകരമായ കാര്യം അവർക്ക് ലോകത്തിൽ ഒരു ഹോട്ടലും ഇല്ല എന്നതാണ്. അതുപോലെ പേടിഎം, ഒല ക്യാബ്, ഓയോ മുറികൾ തുടങ്ങിയ എണ്ണമറ്റ കമ്പനികൾ ഉദാഹരണങ്ങൾ നൽകാം. ഇന്ന് അമേരിക്കയിൽ പുതിയ അഭിഭാഷകർക്ക് ജോലിയില്ല. കാരണം IBM വാട്സൺ എന്ന നിയമപരമായ സോഫ്റ്റ്വെയറിന് ഏതൊരു പുതിയ അഭിഭാഷകനേക്കാളും മികച്ച രീതിയിൽ വാദിക്കാൻ കഴിയും. അതിനാൽ ഏകദേശം 90% അമേരിക്കക്കാർക്കും അടുത്ത 10 മുതൽ 50 വർഷത്തിനുള്ളിൽ ജോലിയൊന്നും ഉണ്ടാകുകയില്ല. ബാക്കി 10% ലഭിക്കും. ഇവർ വിദഗ്ധരായിരിക്കും. പുതിയ ഡോക്ടറും ജോലിക്ക് ഇരിക്കുകയാണ്. ക്യാൻസറും മറ്റു രോഗങ്ങളും മനുഷ്യനേക്കാൾ 4 മടങ്ങ് കൃത്യമായി കണ്ടുപിടിക്കാൻ വാട്സൺ സോഫ്റ്റ്വെയറിന് കഴിയും. 2030 കമ്പ്യൂട്ടർ ഇന്റലിജൻസ് മനുഷ്യന്റെ ബുദ്ധിയെ മറികടക്കും. ഇന്നത്തെ 90% കാറുകളും അടുത്ത 20 വർഷത്തിനുള്ളിൽ റോഡുകളിൽ കാണുകയില്ല. ശേഷിക്കുന്ന കാറുകൾ ഒന്നുകിൽ വൈദ്യുതി അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കും. റോഡുകൾ പതുക്കെ ശൂന്യമാകും. ഗ്യാസലിൻ ഉപയോഗം കുറയുകയും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അറബ് രാജ്യങ്ങൾ പതുക്കെ പാപ്പരാകുകയും ചെയ്യും. നിങ്ങൾക്ക് കാർ വേണമെങ്കിൽ ഊബർ പോലുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് കാർ ചോദിക്കണം. നിങ്ങൾ ഒരു കാർ ചോദിക്കുമ്പോൾ പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത ഒരു കാർ നിങ്ങളുടെ ഗേറ്റിന് മുന്നിൽ വന്ന് പാർക്ക് ചെയ്യും. നിങ്ങൾ ഒരേ കാറിൽ നിരവധി ആളുകളുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു കാറിന്റെ വാടക ബൈക്കിനേക്കാൾ കുറവായിരിക്കും. ഡ്രൈവർ ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് അപകടങ്ങളുടെ എണ്ണം 99% കുറയ്ക്കും. ഇക്കാരണത്താൽ കാർ ഇൻഷുറൻസ് നിർത്തുകയും കാർ ഇൻഷുറൻസ് കമ്പനികൾ പുറത്തു പോവുകയും ചെയ്യും. ഭൂമിയിൽ വാഹനം ഓടിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഇനി നിലനിൽക്കുകയില്ല. 90% വാഹനങ്ങളും റോഡിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ട്രാഫിക് പോലീസും പാർക്കിംഗ് സ്റ്റാഫും ആവശ്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 10 വർഷം മുമ്പ് പോലും തെരുവുകളിൽ STD ബൂത്തുകൾ ഉണ്ടായിരുന്നു. രാജ്യത്തെ മൊബൈൽ വിപ്ലവം വന്നതോടെ STD ബൂത്തുകളെല്ലാം അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി. രക്ഷപ്പെട്ടവർ മൊബൈൽ റീചാർജ് ഷോപ്പുകളായി. മൊബൈൽ റീചാർജിൽ വീണ്ടും ഓൺലൈൻ വിപ്ലവം. ആളുകൾ വീട്ടിലിരുന്ന് മൊബൈൽ ഓൺലൈനായി റീചാർജ് ചെയ്യാൻ തുടങ്ങി. ഈ റീചാർജ് ഷോപ്പുകൾ വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവ വാങ്ങുവാനും വിൽക്കുവാനും നന്നാക്കാനുമുള്ള കടകൾ മാത്രമാണ്. എന്നാൽ വളരെ വേഗം ഇതും മാറും. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ട് മൊബൈൽ ഫോൺ വിൽപ്പന വർദ്ധിപ്പിക്കുന്നു. പണത്തിന്റെ നിർവചനവും മാറുകയാണ്. പണ്ട് പണം ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ കാലത്ത് അത് പ്ലാസ്റ്റിക് മണിയായി മാറിയിരിക്കുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പോൾ അതും മാറി. മൊബൈൽ വാലറ്റിന്റെ യുഗമായി. പേടിഎമ്മിന്റെ വളരുന്ന വിപണി മൊബൈൽ പണത്തിന്റെ ഒറ്റ ക്ലിക്ക്. പ്രായത്തിനനുസരിച്ച് മാറാൻ കഴിയാത്തവരെ പ്രായം അവരെ ഭൂമിയിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. 10 വർഷം കഴിഞ്ഞുള്ള ലോകത്തിന്റെ ഭാവി നോക്കുമ്പോൾ കർഷകർ ആയിരിക്കും മുന്നേറുക. കാരണം ഭക്ഷണമില്ലാതെ ജീവിക്കാനുള്ള വിദ്യ അടുത്ത നൂറ്റാണ്ടിലൊന്നും കിട്ടിയിട്ടില്ല.